പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. ഈശോ ഇന്ന് യാത്ര ചെയ്യുന്നവരെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മാരകരോഗങ്ങള് മറാവ്യക്തികളെ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഈശോ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, നിന്നെ ആശ്രയിക്കുന്ന നിരാശന ഇടയാക്കലെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഇന്നത്തെ ദിവസം സഞ്ചരിക്കുന്ന വഴികള്, സംസാരിക്കുന്ന വ്യക്തികള്, നിങ്ങൾ കടന്നു പോകുന്ന ഓരോ സംരംഭങ്ങള്, ഓഫീസുകള്, അതുപോലെ തന്നെ ഇടങ്ങള്, വീടുകള്, അവരോട് സംസാരിക്കുന്ന വിഷയങ്ങള് എല്ലാം നിങ്ങൾക്ക് അനുകൂലമാകുകയും നിങ്ങൾക്ക് സംസാരിക്കാൻ ആവശ്യമില്ലാത്തത് സംസാരിക്കാതിരിക്കുകയും അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കുകയും ഹൃദയം ഭാരപ്പെടാതിരിക്കുകയും എൻ്റെ ഹൃദയത്തെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ മുദ്രവെക്കുന്നു. കർത്താവെ, അങ്ങ് ആഗ്രഹിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കാതിരിക്കാൻ അവർക്ക് അങ്ങ് സംരക്ഷണം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കട്ടെ, നിൻ്റെ കുഞ്ഞുങ്ങളെ ആശീർവദിക്കട്ടെ. നീ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ വിഷയവും, വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, നിങ്ങൾ കണ്ടുപിടിക്കേണ്ട സബ്ജക്റ്റുകൾ, കോഴ്സുകൾ, സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ രാജ്യങ്ങൾ എല്ലാം നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ട് വരാൻ ഇടയാക്കട്ടെ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വശരീരം നീക്കുവാമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ,
തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നിങ്ങളെ കുടുംബത്തിന് വേണ്ടിയും കുഞ്ഞുങ്ങൾക്കും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ദൈവമഹത്വത്തിന് വേണ്ടി കാഴ്ചവെക്കണം. നിങ്ങളിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഉത്തരവാദിത്തം പോലെ അങ്ങനെ ചെയ്ത് മാറുന്നതാണ്. എന്തുമാത്രം ചെയ്ത് ചില കാര്യങ്ങൾ വരവ് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻറ്റൻഷൻ വെക്കണം. ഇൻറ്റൻഷൻ ഒരു പ്രധാന ഇൻറ്റൻഷൻ ഇൻറ്റൻഷൻ വെച്ചാൽ അത് ഉദ്ദേശം വെക്കണം. ഉദ്ദേശം വെക്കാത്ത ഇപ്പം അണക്കെട്ടില്ലാത്ത നദികൾ എന്ത് സംഭവിക്കും? നല്ല വെള്ളം ഒഴുകി കടലിൽ പോയി ഉപ്പുവെള്ളമായി മാറും. അതുപോലെ നിയോഗം എന്ന് പറയണത്, നമ്മളിത് ഇന്ന ഇൻറ്റൻഷനോട് കൂടിയാണ് ഇത് ചെയ്യണത്, കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനാണ് എന്ന് നമ്മൾ ഇൻറ്റൻഷൻ വെച്ചാൽ ദൈവനാമം മഹത്വപ്പെടണം, സുവിശേഷം വ്യാപരിക്കണം, വിശ്വാസം കൈമാറണം. കർത്താവ് എൻ്റെ കഷ്ടപ്പാട്, നമ്മൾ കഷ്ടപ്പാടിനെ കുറിച്ച് എപ്പോഴും പറയും. ഞാൻ കെട്ടിവന്ന കാലം മുതൽ കിടന്ന് അലയണാണെന്ന് പറയും. എൻ്റെ മകളെ കെട്ടിവന്ന കാലം മുതൽ നീ അലച്ചിലാണെങ്കിൽ ഇന്ന് നീ ഒരു മദർ തെരേസയാകേണ്ട ആളാണ്. എന്താ കാര്യം? നീ ഇതൊന്നും കാഴ്ചവെച്ചിട്ടില്ല. ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാഴ്ചവെപ്പാണ്. നമുക്ക് കാഴ്ചവെക്കുന്നെങ്കിൽ വിശുദ്ധരാകണമെങ്കിൽ നമുക്ക് വിശുദ്ധിയുടെ മേഖലയെ വ്യാപരിച്ചിട്ട് ആ രീതിയിലുള്ള ഒരു സൊല്യൂഷൻ അല്ല. ഓരോരുത്തർക്കും അവരവരായ ഇടങ്ങളിലാണ് വിശുദ്ധിയിലേക്ക് വളരാൻ കഴിയണത്. ഇപ്പം ഞാൻ ചില വീടുകളിൽ, ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ പറയും, എൻ്റെ അച്ഛ എൻ്റെ അമ്മായിയമ്മയായിട്ട് ഞാൻ 14 വർഷമാണ് അവർ കിടപ്പ്, ഈ മലമൂത്ര വിസർജനം എല്ലാം കട്ടിലായി. എൻ്റെ അനിയത്തിൻ്റെ മനസ്സമ്മതത്തിന് പോലും പോകാൻ ഒത്തില്ല എന്ന് പറയും. അപ്പം അമ്മായിയമ്മയ്ക്ക് അവിടെ പ്രാധാന്യത്തോടെയാണ് പറയണത്. പക്ഷെ ആ സാധനം മുഴുവൻ ഇവർക്ക് പൊന്നൊരുക്കി, അതൊരു ക്രൂഡ് ഓയിലായിരുന്നു. അതിന് ഏവിയേഷൻ ഓയിലാക്കി മാറ്റുന്നത്, പ്യൂരിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ അതെങ്ങനെയാണ്? ഇൻറ്റൻഷൻ കാഴ്ചവെപ്പിലൂടെയാണ് പ്യൂരിഫൈ ചെയ്യുക. ഒരു ഇൻറ്റൻഷനെ പ്യൂരിഫൈ ചെയ്യണം. ഇപ്പം നമുക്ക് കിട്ടുന്നത് എന്താണ്? ക്രൂഡ് ഓയിൽ. ക്രൂഡ് ഓയിലിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്യുമ്പോഴാണ് ഡീസൽ, പെട്രോള്, ഏവിയേഷൻ ഓയിൽ, വിമാനം പറപ്പിക്കുന്ന ഏവിയേഷൻ ഓയിലായിട്ട് മാറണത്. അതുപോലെ തന്നെയാണ് നമ്മുടെ കഷ്ടപ്പാടാണ് നമുക്ക് ക്രൂഡ് ഓയിൽ കിട്ടണത്. അത് ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടോട് ചേർത്ത് വെച്ച് കഴിഞ്ഞിട്ട് ക്രിസ്തുവിൻ്റെ നാമത്തെ മഹത്വത്തിന് കാഴ്ചവെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം എന്ത് ചെയ്യുക? ഈ ഇരുമ്പയിര്, സ്വർണത്തിൻ്റെ അയിരൊക്കെ കറക്റ്റ് മാർക്കറ്റ് വാല്യൂടെ സ്വർണ്ണമായിട്ട് മാറും. നിങ്ങൾ കഷ്ടപ്പെട്ടതെന്നൊരു കാര്യമില്ല. അതിന് നിങ്ങളെ കാഴ്ചവെച്ച് ദൈവത്തെ നാമത്തെ ആ വിഷയം വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി നിങ്ങളതിൽ പ്രയോജനമുള്ള ദാസന്മാരായി ദൈവതിരുസന്നിധിയിൽ സമ്പന്നരായി മാറാൻ ശ്രമിക്കണം. അങ്ങനെയാണ് നമ്മൾ ദൈവതിരുസന്നിധിയിൽ ഇപ്പം 12:21 ലുക്കായിലെ 12:21 ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വയ്ക്കുന്നവനും. അപ്പൊ ദൈവദർശന സമ്പന്നാകുക എന്ന് പറയുന്നത് ഒരു ചാലഞ്ചാണ്. അതെങ്ങനെയാണ് അത് നിറവേറ്റണത്? നമ്മൾക്ക് ഇട്ടിരിക്കുന്ന അയിരില്ലേ, അതിനെ ശുദ്ധീകരിച്ച് സഹനത്തിന്റെ അയിരല്ല നമുക്ക് കിട്ടണത്. ചിലപ്പോൾ വീട്ടുകാരുടെ രോഗമായിരിക്കും, ചിലപ്പോൾ ആശുപത്രി അവിടെ കൂടെ നിൽക്കണ കേസ് കെട്ടാകും, ചിലപ്പോൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചതിൻ്റെ ഭാഗത്തായിട്ട് വന്നതിന് കടങ്ങളാകും, അതിൻ്റെ തിക്കുമുട്ടൽ കുടുംബത്തിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന വിഷയമാകാം. ഇത് അയിരാണ്. ഇതിനെ ക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ച് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കടന്നു പോകുന്നതും നിന്റെ സഹനത്തിൽ ഇത് വഴി പങ്കെടുക്കാൻ കഴിയുന്നതിലും ഞാൻ നന്ദി പറയുന്നു എന്ന് പറയുമ്പോഴാണ് ഈ പ്യൂരിഫിക്കേഷൻ നടക്കുന്നത്. അപ്പോഴാണ് താറ് വേറെ ഡീസൽ വേറെ ആയിട്ട് മാറണത്. അതെ, താറൊക്കെ വരുന്നത് എങ്ങനെയാണ്? ഈ എണ്ണ ശുദ്ധീകരിച്ചുകൊണ്ടല്ലേ വരുന്നത്. അപ്പം അതുപോലെ താറ് വേറെ, ടെർമോക്കോൾ വേറെ, സോപ്പ് വേറെ, ഡിറ്റർജൻറ്റ് വേറെ, അതുപോലെ ഡീസൽ വേറെ, പെട്രോൾ വേറെ ആയിട്ട് വരണത് എങ്ങനെയാണ്? അതുപോലെ തന്നെയാണ് ക്രിസ്തുവാണ് ഇതിനെ പ്യൂരിഫൈ ചെയ്യണത്. ക്രിസ്തുവിൻ്റെ സഹനങ്ങളിലൂടെ ഇത് കയറ്റി വിട്ടിട്ട് ദൈവത്തിന് നന്ദി പറയണം. അപ്പം ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ ഉടമ്പടി വെച്ചപ്പോൾ ആദ്യം ഞാൻ മാതാവിനോട് പറഞ്ഞത് പപ്പയുടെ മദ്യപാനം പൂർണ്ണമായിട്ട് മാറ്റി തന്നേന.
ഈ കഴിഞ്ഞ 21 ഡിസംബർ 7-ാം തീയതി അമ്മയുടെ തിരുനാൾ നടക്കുന്ന ദിവസം ഞങ്ങൾ ഭയങ്കര, അതായത് അന്ന് പപ്പ പണിക്ക് പോയേക്കുമായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ അന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് നമ്മൾ കൃപാസനത്തിൽ ഉടമ്പടി ധ്യാനമൊക്കെ കൂടി ഭയങ്കര സന്തോഷത്തോടെ ഇരുന്നു. അന്ന് വൈകിട്ട് പപ്പ പണി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഭയങ്കരമായിട്ട് മദ്യപിച്ചിട്ടാണ് വന്നത്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, എൻ്റെ അമ്മ ഇന്ന് നല്ലൊരു ദിവസമായിട്ട് പപ്പ ഇങ്ങനെയാണല്ലോ വന്നത് എന്നുള്ളത് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ക്രിസ്മസിന് 4 ദിവസങ്ങൾക്ക് മുമ്പ് പപ്പയ്ക്ക് പെട്ടെന്ന് വയ്യാതായി, പൈൽസിൻ്റെ അസുഖം വന്നു. അപ്പം ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ മദ്യപാനം മാറാൻ വേണ്ടിയായിരിക്കും, മാതാവ് കാണിച്ചു കൊടുത്തൊരു വഴിയായിരിക്കും എന്നുള്ളത് ഞങ്ങൾ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി. പക്ഷെ പപ്പയ്ക്ക് ഭയങ്കര പേടിയായിപ്പോയി. എന്നാൽ വേദന അത്രയ്ക്ക് സഹിക്കാൻ മേലാതെയായി, ഭയങ്കര പേടിയായി. അന്ന് തൊട്ട് ഇന്ന് വരെ പപ്പ മദ്യപിച്ചിട്ടില്ല. അപ്പോൾ അമ്മയ്ക്കും തിരുക്കുമാലിന് 1000 നന്ദി. പിന്നെ കൂടാതെ എൻ്റെ അമ്മ 2019 വന്ന് ഉടമ്പടി എടുത്തപ്പോൾ 16 വർഷമായിട്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്ഥലമില്ലായിരുന്നു. അപ്പോൾ ഉടമ്പടി വെച്ചപ്പോൾ പറഞ്ഞായിരുന്നു, അമ്മേ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്ഥലം, അത് സ്വന്തം പേരിലൊരു സ്ഥലം ഞങ്ങൾക്ക് തരണേന്ന്. അങ്ങനെ കഴിഞ്ഞ 2021 ജൂലൈ മാസം 10 സെൻറ്റ് സ്ഥലം അമ്മ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. നമ്മുടെ അതായത് പാവപ്പെട്ടവരായ നമ്മുടെ കയ്യിൽ കാശുകളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നമ്മുടെ തുകയ്ക്ക് ഉറങ്ങുന്ന രീതിയിൽ നല്ലൊരു തുറസായ സ്ഥലം, എല്ലാവിധ സൗകര്യങ്ങളും ഇറങ്ങിയൊരു സ്ഥലമാണ് മാതാവ് തന്ന് അനുഗ്രഹിച്ചത്. പിന്നെ എനിക്ക് ഡ്രൈവിംഗ് പഠിക്കുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ 2019 അതിന് ട്രൈ ചെയ്തു. കുറേ കാശ് പോയെങ്കിലും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അമ്മയോട് പറഞ്ഞു, എനിക്ക് ഡ്രൈവിംഗ് പഠിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഡിസംബർ 13-ന് ഒക്ടോബർ 13-ന് ഉടമ്പടി എടുത്തതിന് ശേഷം നവംബർ 13-ന് ഞാൻ പോയി ഡ്രൈവിംഗ് സ്കൂളിൽ അഡ്മിഷൻ എടുത്തു. അങ്ങനെ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി അഡ്മിഷൻ എടുത്ത് ഡ്രൈവിംഗ് പഠിച്ച് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച 25-ാം തീയതി ടെസ്റ്റ് ആയിരുന്നു. ആദ്യ അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് അമ്മ ഡ്രൈവിംഗ് ലൈസൻസ് പാസ്സാക്കി തന്നു. പിന്നെ കൂടാതെ തന്നെ ഉടമ്പടി വയ്ക്കാത്ത ഒരു അനുഗ്രഹമാണ് 14 വർഷത്തെ 8ാം ക്ലാസ് തൊട്ട്, അത് 14 വർഷമായിട്ട് എനിക്ക് ചാരം പാരാനോ പൊടിയടിക്കാനോ അതായത് പെർഫ്യൂമിൻ്റെ മണമോ മുളക് പൊടിയോ അങ്ങനെ ഒരു സാധനത്തിൻ്റെ മണം പറ്റത്തില്ലായിരുന്നു. ഭയങ്കരമായിട്ട് അലർജി ആയിരുന്നു. തുമ്മാൻ തുടങ്ങിയ കണ്ടിന്യൂസ് തുമ്മിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാനത് ഉടമ്പടിയിൽ വെച്ചില്ല എങ്കിലും പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം കൊറോണ സീസണൊക്കെ ആയതുകൊണ്ട് സാനിറ്റൈസറിൻ്റെ സ്മെല്ലൊന്നും പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ അമ്മ ഈ അസുഖം, അതായത് ഈ അലർജി എനിക്ക് പൂർണ്ണമായിട്ട് മാറ്റി തന്നു. എനിക്ക് ഇതുവരെ, അതായത് കൊറോണ തുടങ്ങി അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് അലർജിയുടെ അസുഖം ഇതുവരെ വന്നിട്ടില്ല. അമ്മയ്ക്കും തിരുക്കുമാലിന് 1000 നന്ദി. എൻ്റെ പേര് റോസമ്മ മാത്യു. ഞാൻ വളമംഗലം ഇടവക തുറവൂരിൽ നിന്ന് വരുന്നു. ഞാൻ 2019 സെപ്റ്റംബർ 18-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. ഞാൻ എല്ലാ കാര്യങ്ങളും സാധിച്ചതിനെക്കുറിച്ച് ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്. ഇപ്പോൾ വീണ്ടും ഞാൻ 4ാമത് പുതുക്കി കഴിഞ്ഞു. അപ്പോൾ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാനാണ്. ഈ 3 ഉടമ്പടി പുതുക്കിയപ്പോഴും ഞാൻ എൻ്റെ ശരീരത്തിൽ മറ്റ് ആവശ്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ ശരീരത്തിലൊരു ചൊറിച്ചിൽ ഉണ്ടായിരുന്നു. ഒരു 10-12 കൊല്ലമായിട്ട് അനുഭവപ്പെടണമെന്നാണ്. ടോയ്ലറ്റ് അലർജി എന്ന് പറയും. അത് ഞാൻ യാതൊരുവിധ ഉടമ്പടി എടുത്തതിന് ശേഷം യാതൊരുവിധ മരുന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല. ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും ചൊറിഞ്ഞു പൊട്ടുമായിരുന്നു. അത് പൂർണ്ണമായും എനിക്കിപ്പോൾ മാറിക്കിട്ടി. കുറേശ്ശെ ഓരോ ഇതിലും മാറിയായിരുന്നു. എപ്പോഴും ഞാൻ മാതാവിനോട് പറയും, മാതാവ് എനിക്ക് പൂർണ്ണമായി സൗഖ്യം കിട്ടിയാൽ ഞാൻ വന്ന് സാക്ഷ്യം പറയും, എനിക്ക് പറയാൻ പറ്റണം എന്നെ. അത് സാധിച്ചു കിട്ടി. പിന്നെ എനിക്ക് ആദ്യ ഉടമ്പടി വെച്ചപ്പോൾ തന്നെ എൻ്റെ മകന് UK പോകാനായിട്ട് സാധിച്ചു. ഈ UK പോയിട്ടാണെങ്കിൽ ഇപ്പോൾ 2 പ്രാവശ്യം അവൻ്റെ റൂമിലുള്ളവർക്ക് കൊറോണ പിടിപെട്ട്. ഈ ജനുവരി ലാസ്റ്റ് വീക്കിലും റൂമിലുള്ള 5 മെയ്റ്റ്സിനും വിട്ടെങ്കിലും ഇവനെ ഒന്നും കൂടാതെ മാതാവ് കാത്തുരക്ഷിച്ച്. പിന്നെ ഒരുപാട് അനുഗ്രഹങ്ങളല്ലാതെ തന്നെ ഞാൻ നൊവേനയും നമ്മുടെ ഉടമ്പടി നൊവേനയും അന്നേപ്പം ശുശ്രൂഷയൊക്കെ നമ്മുടെ കോവിഡ് കാലത്ത് എല്ലാ ദിവസവും പങ്കെടുക്കുമായിരുന്നു. അതിലൊക്കെ നിയോഗം വെച്ച് സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് നടുവേദന, കാലിൽ നീർക്കെട്ടായിട്ട് ചട്ടി പോലെയൊക്കെ ആയിരുന്നു നടന്നിരുന്നത്. അതെല്ലാം മാറിക്കിട്ടി. പിന്നെ ഞാൻ മറ്റുള്ളവർക്കും വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ സ്കൂളിൽ എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്തൊരു ടീച്ചർ 18 വർഷമായിട്ട് അതിന് കുട്ടികളില്ലായിരുന്നു. അതിനെക്കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു. അതിനും ഇപ്പോൾ ഏതാണ്ട് ഗർഭിണിയായിട്ടുണ്ട്. അവർ വന്ന് സാക്ഷ്യം പറയും കുഞ്ഞുമായിട്ടൊക്കെ വന്ന്. അതും ഞാനിപ്പോൾ പറയുകയാണ്.
ഈ ഇത്രയും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയും. എൻ്റെ പേര് ഏഞ്ചല. ഞാൻ കോട്ടയം കടുത്തുരുത്തി നിന്നാണ് വരുന്നത്. ഞാനൊരു നേഴ്സാണ്. ഞാൻ 4 വട്ടം IELTS എഴുതി. എനിക്ക് വേണ്ട സ്കോർ കിട്ടിയില്ല. അങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം OET പഠിക്കാൻ തീരുമാനിച്ച് ഓഗസ്റ്റിൽ ഞാൻ എക്സാം എഴുതി. എക്സാമിൽ എനിക്ക് സ്പീക്കിംഗ് ഒഴിച്ച് ബാക്കി എല്ലാം ഒഴിച്ച് സ്പീക്കിംഗ് എനിക്ക് ഭയങ്കര പാടായിരുന്നു. എനിക്ക് വേണ്ട രീതിയിൽ പറയാൻ പറ്റിയില്ല. ആകെ ബ്ലാങ്കായിപ്പോയി. പ്രാക്ടീസ് ചെയ്ത പോലെ ഒന്നും നന്നായിട്ട് പറയാൻ പറ്റിയില്ല. അങ്ങനെ എൻ്റെ റിസൾട്ട് വന്നപ്പോൾ സ്പീക്കിങ്ങിൽ മാത്രം സ്കോർ ഇല്ലായിരുന്നു. C+ ആയിരുന്നു. B വേണമായിരുന്നു എനിക്ക് പ്രോസസ്സിങ്ങിന് കൊടുക്കണമെങ്കിൽ. അങ്ങനെ റീവാലുവേഷന് കൊടുക്കാൻ എല്ലാവരും പറഞ്ഞു. പക്ഷേ എനിക്ക് അതിലും വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ രണ്ടും കൽപ്പിച്ച് ഞാൻ റീവാലുവേഷന് കൊടുത്തു. അങ്ങനെ കൃപാസനത്തെ പറ്റി ഒരു ആൻറ്റി എന്നോട് പറഞ്ഞു. കൃപാസനത്തിൻ്റെ നമ്പരും അച്ഛൻ്റെ നമ്പരും സാക്ഷ്യങ്ങളും ഒക്കെ എനിക്ക് അയച്ചു തന്നു. അത് കണ്ട് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. അച്ഛനോട് പ്രാർത്ഥിക്കാൻ വിളിച്ച് പറയുകയും ചെയ്തു. അങ്ങനെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റും ഓൺലൈനായിട്ട് ഞാൻ എടുത്തു. എന്നും രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ എഴുന്നേറ്റ് ചൊല്ലാനും തുടങ്ങി. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് വന്നപ്പം മാതാവ് എനിക്ക് B സ്കോർ തന്ന് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ നവംബർ മാസത്തിൽ ഞാൻ വീണ്ടും ഒരു പ്രെയർ റിക്വസ്റ്റ് ഇട്ടായിരുന്നു. UK ഇൻ്റർവ്യൂവും CBTയും പാസ്സാവണമെന്ന് പറഞ്ഞു. അതും മാതാവിൻ്റെ അനുഗ്രഹത്താൽ 2ഉം പാസ്സാവാൻ എനിക്ക് സാധിച്ചു. ദൈവത്തിന് 1000 നന്ദി. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് മോളി. ഞാൻ മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നു. 2 വർഷത്തിന് മുമ്പ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എനിക്ക് ത്വക്ക് രോഗമായിട്ട് വർഷങ്ങളായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ഒരു കുറവുമില്ലായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേ പിന്നെ എനിക്ക് ഒത്തിരി ആശ്വാസം കിട്ടി. എൻ്റെ കയ്യിൽ ഫോട്ടോ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ് വെരിക്കോസ് വെയിൻ എപ്പോൾ വേണമെങ്കിലും പൊട്ടും, അതുകൊണ്ട് പെട്ടെന്ന് സർജിക്കലിലെ ഡോക്ടറിനെ കാണണമെന്ന് പറഞ്ഞ്. പക്ഷേ ഞാൻ ഒരിടത്തും പോകാതെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ എടുത്ത് എല്ലാം കംപ്ലീറ്റ് എനിക്കിപ്പോൾ സൗഖ്യം കിട്ടി. ഒരു ട്രീറ്റ്മെൻറ്റും എടുക്കുന്നില്ല. പിന്നെ ഇതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഒത്തിരി ത്വക്ക് രോഗത്താൽ കഷ്ടപ്പെടുകയായിരുന്നു. ഇവിടുത്തെ നേർച്ച വസ്തു ഉപയോഗിച്ച് ഉപ്പിട്ട് കുളിച്ച് ഇപ്പോൾ കംപ്ലീറ്റ് സ്കിൻ ഡിസീസിൽ നിന്നും പൂർണ്ണ സൗഖ്യം കിട്ടി. പിന്നെ എൻ്റെ അനിയത്തിക്ക് ബാക്ക് പെയിനായിട്ട് വർഷങ്ങളായിട്ട് കഷ്ടപ്പെടുകയായിരുന്നു. വെർട്ടിഗോൻ്റെ അസുഖം ഉണ്ടായി. കുടുംബത്തിൽ സമാധാനമില്ലായിരുന്നു. എല്ലാം ഇപ്പോൾ ഒത്തിരി ആശ്വാസം കിട്ടി. അവൾ ഒത്തിരി നന്ദി പറഞ്ഞ് ഈശോനും അമ്മക്കും കോടാനുകോടി നന്ദി പറയുന്നു. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് ഫിലോമിന തോമസ്. ഞാൻ കലൂർ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2018 മെയ് മാസത്തിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അതിൽ കുറച്ച് നിയോഗങ്ങൾ എനിക്ക് മാതാവ് സാധിച്ചു തന്നു. അതിലൊന്നാമത്തെ നിയോഗം, എനിക്കൊരു തയ്യൽക്കടയായിരുന്നു, ചെറിയൊരു തയ്യൽക്കടയായിരുന്നു. അത് നന്നായിട്ടൊന്ന് ഇച്ചിരി സൗകര്യപ്രദമായിട്ട് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു, മാതാവിനോട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എനിക്ക് നല്ല രീതിയിൽ, എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ എനിക്കത് പുനർനിർവചിക്കാനായിട്ട് സാധിച്ചു. പിന്നെ രണ്ടാമത്തെ നിയോഗം, എൻ്റെ മകൾക്ക് ആദ്യത്തെ ഒരു പെൺകുഞ്ഞായിരുന്നു. 4 വയസ്സായപ്പോൾ ഞാൻ രണ്ടാമത്തെ കുഞ്ഞിനെ ഇത്രയും വേഗം തന്ന് ഒരു ആൺകുഞ്ഞെ തന്ന് അനുഗ്രഹിക്കണമേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി മകൾക്കൊരു ആൺകുഞ്ഞിനെ പെട്ടെന്ന് തന്നെ തന്ന് അനുഗ്രഹിച്ചു. മൂന്നാമത്തെ നിയോഗം, എൻ്റെ മകൻ പഠിച്ച് പാസ്സായി ഇറങ്ങിയ ഉടൻ തന്നെ അവനൊരു ജോലി തന്ന് അനുഗ്രഹിക്കണമേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി അവനൊരു ചെറിയൊരു ജോലിയാണ് അന്ന് കിട്ടിയത്. എന്നാൽ ഇന്ന് അവന് നല്ലൊരു ജോലി തന്ന് മാതാവ് അനുഗ്രഹിച്ചു. ഇതിനെല്ലാം നന്ദി. അതുകൂടാതെ എനിക്ക് ഈ ഉടമ്പടിയിൽ വയ്ക്കാത്ത തന്നെ കുറേ കാര്യങ്ങൾ, ഇഷ്ടം പോലെ കാര്യങ്ങൾ മാതാവ് തന്ന് അനുഗ്രഹിച്ച്. ആദ്യം എനിക്ക് ഇവിടെ വന്ന് എങ്ങനെയാണ് ഉടമ്പടി എടുക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നു. എന്നാൽ ഇവിടെ വന്ന് ഓരോന്ന് ഇടുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെയെല്ലാം എഴുതണ്ടേന്ന്. അതുകൊണ്ട് കുറച്ചെല്ലാം എഴുതി. പക്ഷേ അതുകൂടാതെ ഇഷ്ടം പോലെ അനുഗ്രഹങ്ങൾ തന്ന് മാതാവ് അനുഗ്രഹിച്ചു. ഇതിനെല്ലാം മാതാവിനും യേശുവിനും നന്ദി പറയുന്നു.
യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. എൻ്റെ പേര് ത്രേസ്യമ്മ ജോസഫ്. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്ന് 2019 ഞാൻ ഉടമ്പടി എടുത്തു. എനിക്ക് കിട്ടിയ രോഗസൗഖ്യത്തെക്കുറിച്ചും ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങൾ സാധിച്ചതിനെക്കുറിച്ചും ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തിയതാണ്. ഇപ്പോൾ ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ കൂട്ടുകാരിയുടെ മോന് വേണ്ടിയാണ്. ആ മകന് അടിവയറിലൊരു വേദന ഉണ്ടായിരുന്നു. ആ മകനും ആ മകൻ്റെ അമ്മയും കൂട്ടി ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ കൊണ്ടുവന്നിരുന്നു. ഡിസംബർ 7 ആ മകനും ആ മകൻ്റെ അമ്മയുമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം ആ മകൻ വീട്ടിൽ പോവുകയും ഓൺലൈൻ വഴി ആ മകൻ ഒരു കൂട്ടുകാരൻ വഴിയാണ് ആ മരുന്ന് കഴിക്കാൻ തുടങ്ങിയത്. ആ മരുന്ന് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഞാൻ ഉടമ്പടി ആ അമ്മയെ കൊണ്ട് എടുപ്പിച്ചിട്ടോ ഞാൻ വീട്ടിൽ പോയി. ഞാൻ അവരുടെ കൂടെ പോയി. അവരുടെ വീട്ടിൽ ചെന്നതിന് ശേഷം ആ മരുന്ന് വെച്ചിട്ട് ആ മരുന്നിൻ്റെ പുറത്ത് ഉപ്പും മാതാവിൻ്റെ ഉടമ്പടി തൈലവും എടുത്ത് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം പഠിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ആരോ ഇരുന്നു മന്ത്രിക്കുന്നു, ഇതിൻ്റെ ഒരു ആവശ്യവുമില്ല, ഈ മരുന്ന് കഴിക്കണ്ട, ഇത് കഴിക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന് ഞാൻ എൻ്റെ അധരങ്ങളിലൂടെ ആ അമ്മയോടും മകനോടും പറഞ്ഞു. പക്ഷേ അവരത് എത്രമാത്രം വിശ്വസിച്ചു എന്നെനിക്കറിയില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ മകൻ 10 ദിവസത്തേക്കുള്ള മരുന്ന് കഴിച്ചു. 10 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ഡോക്ടർ പറയുന്നു. മരുന്നിന്റെ വില എങ്ങനെയായിരുന്നു? എത്ര രൂപയുടെ മരുന്നായിരുന്നു? ആ മരുന്നിന്റെ വില 2 ലക്ഷം രൂപ അടുപ്പിച്ചാണ് മരുന്നിന്റെ വില. അവർ പല തവണയായിട്ടാണ് ഓൺലൈൻ വഴി ഈ പൈസ ഡോക്ടറിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 93,000 രൂപ ഇട്ട് കൊടുത്തതിന് ശേഷം അന്ന് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തിട്ട് തിരിച്ചു പോയതിന് ശേഷമാണ് ബാക്കി പൈസയും പിറ്റേ ദിവസം ഇട്ട് കൊടുക്കുന്നത്. അത് ഉടമ്പടി എടുക്കാൻ വരുന്നതിൻ്റെ അന്ന് ആ ഡോക്ടർ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ കൃപാസനത്തിൽ പോകരുത്, പോകുന്നതിന് മുമ്പ് നിങ്ങളിവിടെ വന്നു എൻ്റെ മരുന്ന് കൈപ്പറ്റിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ആ അമ്മ എന്നോട് സങ്കടത്തോടെ പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെ പറയുന്നു, ഉടമ്പടി കൃപാസനത്തിൽ പോകുന്നത് ഈ മരുന്ന് വന്ന് കൈപ്പറ്റിയതിന് ശേഷം പോയാൽ മതി, ഇപ്പോൾ നിങ്ങൾ ആ മകനെ കൊണ്ടുപോകണ്ട, 6 മാസം ഈ മരുന്ന് കഴിച്ചതിന് ശേഷം പോയാൽ മതിയെന്ന് ആ അമ്മ എന്നോട് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ചെന്ന് മുട്ടുകുത്തി മാതാവിനോട് പ്രാർത്ഥിച്ചു. അമ്മേ മാതാവേ, പോകുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും അമ്മ നിർവീര്യമാക്കണമേ. കൃപാസനത്തിൽ ഞാൻ കൊണ്ടുവരാമെന്ന് ഏറ്റിരിക്കുന്ന ഈ അമ്മയും മകനെയും കൊണ്ടുവരാൻ എനിക്ക് സാധിക്കണമേ എന്ന് ആ മകൻ ഡോക്ടറിനോട് പറഞ്ഞു. ഞാൻ മരുന്ന് കഴിച്ചുകൊള്ളാം, ഞാൻ കൃപാസനത്തിൽ പോയിട്ട് വരട്ടെ, എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ആൻറ്റി കൊല്ലത്തുണ്ട് എന്ന്. അവർ ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത്. അങ്ങനെയാണ് ആ അമ്മയും മകനെയും ഞാനിവിടെ കൊണ്ടുവന്നിട്ട് കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രം വരെ ഞാൻ അവരുടെ കൂടെ പോയി. അതെങ്ങനെ പോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അമ്മ മാതാവ് എന്നെ കൂട്ടിക്കൊണ്ടു പോയതാണ്. അവിടെ ചെന്ന് ആ മരുന്ന് വെച്ച് ഞാൻ ചെന്ന അന്ന് തന്നെ ആ മരുന്ന് അവിടെ കൊണ്ടുവന്നു ആ മരുന്നിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം പഠിച്ചപ്പോൾ എൻ്റെ മനസ്സിലിരുന്നു കൊണ്ട് പറയുന്നു, അപ്പോഴെല്ലാം അമ്മയുടെ ഉടമ്പടി കാശ് രൂപം എൻ്റെ കയ്യിൽ ഞാൻ മുറുക്കി പിടിച്ചിരിക്കുകയായിരുന്നു. എൻ്റെ ഉള്ളിലിരുന്ന് ആരോ മന്ത്രിക്കുന്നു, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഞാൻ ആ മകനോടും അമ്മയോടും പറയുകയും ചെയ്തു. വീട്ടിൽ വന്നു 1 മാസം കഴിഞ്ഞപ്പോഴാണ് അവർ തിരിച്ചറിഞ്ഞത് ഇത് വ്യാജ ഡോക്ടറാണെന്ന്. ആ 10 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അയാൾ പറയുന്നു, ഇനിയും നിങ്ങൾ പൈസ അയച്ചു തരണമെന്ന്. 2 ലക്ഷം രൂപയോളം അവരുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റി. എന്നിട്ടും അയാൾ വീണ്ടും പറയുന്നു, ഇനിയും പൈസ അയച്ചു തരണമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഇനി ഈ പൈസ തരാൻ ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾക്ക് യാതൊരു നിവർത്തിയുമില്ല എന്ന്. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ചു, ഓൺലൈൻ വഴിയെല്ലാം ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ആലപ്പുഴയിൽ തുമ്പോളിയിലാണ് ആ ഡോക്ടർ താമസിക്കുന്നത്. വ്യാജ ഡോക്ടറാണ്. അനേകം മക്കളെ ഇതേപോലെ ആ മകൻ കുടുക്കിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ ആ മകന് ഭയങ്കര വിശ്വാസമായി. ആൻറ്റി അന്നങ്ങനെ പറഞ്ഞല്ലോ, ഈ മരുന്ന് കഴിക്കണ്ട എന്ന് പറഞ്ഞല്ലോ, അമ്മ മാതാവാണ് ഇതിൽ ഇടപെട്ടതെന്ന്
ആ മകൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ തന്നെ ആ മകൻ പ്രതിജ്ഞ എടുത്തു, ഞാൻ കൃപാസനത്തിൽ വരും, ഉടമ്പടി എടുക്കും, ഞാൻ പ്രാർത്ഥിക്കും, എൻ്റെ അടിവയറിലുള്ള വേദന അമ്മ എടുത്തു മാറ്റും എന്ന് പൂർണ്ണമായ ആ മകൻ വിശ്വസിക്കുകയും ആ മകൻ ഇന്ന് എൻ്റെ കൂടെ ഇവിടെ വരികയും ഇപ്പോൾ ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അമ്മ മാതാവ് ആ മകന് കൊടുത്ത എല്ലാ വിശ്വാസത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കും ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു. അവരുടെ ഒരുപാട് ആവശ്യങ്ങൾ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ട്. അതെല്ലാം അമ്മ മാതാവ് സാധിച്ചു കൊടുക്കും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ്റെ കുടുംബത്തിന് വേണ്ടി അനേകായിരം അനുഗ്രഹങ്ങൾ അമ്മ തന്നിട്ടുണ്ട്. അത് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട്. ഉപ്പിലൂടെയും എണ്ണയിലൂടെയും ഒരുപാട് അനുഗ്രഹം മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. അതിനെല്ലാം അമ്മയ്ക്ക് ഞാൻ കോടാനുകോടി നന്ദി